ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സ് സീൻ കാണിച്ചാണ് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത്. ഗ്രേസ് അവിടെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ ഗ്രേസിന്റെ അനിയത്തി ഫെയ്ത്ത് അവളെ കാണാൻ വരുന്നു. വർഷങ്ങളായി അവർ തമ്മിൽ അകന്നു നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ലെ ബെയിൽ എന്ന സാത്താനെ ആരാധിക്കുന്ന സമ്പന്ന കുടുംബങ്ങളുടെ ഒരു വലിയ സംഘം ഇവരെ ആക്രമിക്കാൻ വരുന്നു. ലെ ഡൊമാസ് കുടുംബം നശിച്ചതിനുശേഷം ഹൈ സീറ്റ് നിയന്ത്രിക്കുന്ന അധികാരം ആരുടെ കയ്യിലാകും എന്നതിനെക്കുറിച്ചുള്ള രഹസ്യ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ കാണുന്നത് കഥയിലെ വില്ലന്മാർ ഗ്രേസിനെയും അവളുടെ സഹോദരി ഫെയ്ത്തിനെയും ഒരു വലിയ ബംഗ്ലാവിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നതാണ്. അവിടെ വെച്ച് ഒരു അഭിഭാഷകൻ ഗ്രേസിനോട് ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. ഗ്രേസ് ആദ്യ ഗെയിമിൽ നിന്ന് ജീവനോടെ പുറത്തുവന്നതോടെ ആ ശാപം ഇപ്പോൾ മുഴുവൻ ഗ്രേസിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എന്ന്. അതുകൊണ്ട് പിന്നെയും ഗ്രേസിനോട് ആ ഗെയിം ഒന്നൂടെ കളിക്കാൻ പറയുകയാണ്. ഈ തവണ ലക്ഷ്യം ഗ്രേസിനെ കൊല്ലുന്നത് മാത്രമല്ല, ഗ്രേസിനെ കൊല്ലുന്നത് ആരാണോ അവർക്ക് ആ ഹൈ സീറ്റ് എന്ന പരമാധികാരം കിട്ടും. അതുകൊണ്ട് ഇവരൊക്കെ ഗ്രേസിനെയും അനിയത്തി ഫെയ്ത്തിനെയും ആയുധങ്ങളുമായി ആക്രമിക്കാൻ പോകുന്നു. ഗ്രേസ് വീണ്ടും കാട്ടിലും വഴികളിലും വീട്ടിലും പല സ്ഥലങ്ങളിലും ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഇടയിൽ തന്നെ അവർക്ക് ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഗ്രേസ് അവരിൽ കുറച്ച് ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു. ശേഷം ഗ്രേസിന്റെ അനിയത്തിയെ അവർ പിടികൂടുന്നു. ഫെയ്ത്തിനെ വെച്ച് ഗ്രേസിനെ അവർ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ അവർ ഗ്രേസിനെയും പിടിക്കുന്നു. പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ഗ്രേസ് അവരിൽ ഒരാളെ വിവാഹം കഴിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവരെ വെറുതെ വിട്ട് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. അവിടെ വെച്ച് തന്നെ ഗ്രേസ് അവനെ കൊല്ലുന്നു. അവസാന ഭാഗത്തിൽ എല്ലാ കുടുംബങ്ങളും തമ്മിൽ പരസ്പരം കൊല്ലുന്ന വലിയ കലാപമാകുന്നു. ലെ ബെയിലിന്റെ ശാപം വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചിലർ ഭീകരമായി മരിക്കുകയും ചെയ്യുന്നു. അവസാനം ഗ്രേസും ഫെയ്ത്തും ചേർന്ന് ആ ദുഷ്ടകുടുംബങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ലെ ബെയിലിന്റെ ശാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന സൂചനയോടെയാണ് സിനിമ അവസാനിക്കുന്നത്.